ഒന്ന് ഗുരുവായൂരിലേക്ക് പോയാലോ? ആരുടെ കൂടെയാണെന്നറിയോ? ശാരിയുടെ കൂടെ, ശാരിയുടെയും കുടുംബത്തിൻ്റെയും കൂടെ. അപ്പം നിങ്ങളെല്ലാവരും ശരിയല്ലേ? കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. പെട്ടെന്ന് നമുക്ക് ശാരിയുടെ കൂടെ ഗുരുവായൂരിലൊന്ന് പോയി വരാം. നമസ്കാരം ശ്രീകാന്ത് സാർ. എൻ്റെ പേര് ശാരി, സ്ഥലം എറണാകുളം ചേരനെല്ലൂരാണ്. എനിക്ക് കഴിഞ്ഞ ഡിസംബർ 2025 ഒരു അനുഭവം ഉണ്ടായി. ഞാൻ കുഞ്ഞിലേ മുതലേ കൃഷ്ണഭക്തയാണെങ്കിലും അത്ര വലിയ ഭക്തിയൊന്നും ആയിരുന്നില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി. എനിക്ക് കുട്ടികളില്ല. എൻ്റെ ഹസ്ബൻഡ് ദുബായിലായിരുന്നു. ഇപ്പോൾ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഈ ത്രിമധുരം കുടുംബത്തിലെ എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ അനുഭവം പറയാം. ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എൻ്റെ നാത്തൂൻ്റെ അരങ്ങേറ്റായിരുന്നു ഗുരുവായൂരിൽ വെച്ച്. ഞാനും എൻ്റെ അമ്മയും ചേട്ടനും നാത്തൂനും അവരുടെ 2 കുട്ടികളും അനിയത്തിയും കൂടെ ഗുരുവായൂരിലെത്തി. ഒത്തിരി രാത്രിയായിരുന്നു. ഞാനും അമ്മയും അനിയത്തിയും കൂടെ അപ്പോൾ തന്നെ കുളിച്ച് റെഡിയായി ക്യൂ നിൽക്കാൻ പോയിട്ടോ. 2:45 ഞങ്ങൾ ക്യൂ നിൽക്കാൻ തുടങ്ങി. ഞാൻ കണ്ണന് കൊടുക്കാൻ കദളിപ്പഴം, താമര, മഞ്ഞപ്പട്ട് ഒക്കെ വാങ്ങി കയ്യിൽ വെച്ചു. പിന്നെ ഞാൻ വീട്ടിൽ നിന്നും വന്നപ്പോൾ 2 മഞ്ചും വാങ്ങി പിടിച്ചിരുന്നു. എനിക്കിതെല്ലാം അകത്ത് മണ്ഡപത്തിൽ സമർപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ടായി. ഞാൻ മഞ്ച് ബാഗിൽ തന്നെ വെച്ചുട്ടോ. അകത്ത് കയറിയിട്ട് പഴവും എല്ലാം സമർപ്പിക്കുമ്പോൾ അന്നേരം ബാഗിൽ നിന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. മണ്ഡപത്തിൽ സമർപ്പിക്കാൻ പറ്റി. പക്ഷേ ഞാൻ മഞ്ച് വെക്കാൻ മറന്നുപോയി. ഞങ്ങൾ തൊഴുതിറങ്ങാനായപ്പോൾ ഒരു കുട്ടി, കണ്ടാൽ ഒരു 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി, ചിരിച്ചുകൊണ്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്ക് ടെൻഷനായി. ഇത് ആരുടെ കുട്ടിയായിരിക്കുമെന്നോർത്ത്. അന്നേരം ഒരു ഫാമിലി എൻ്റെ അടുത്തു കൂടെ കടന്നുപോയി. ഞാൻ കൈപിടിച്ച് അവരുടെ അടുത്തേക്ക് വിട്ടു. അവരുടെ കുട്ടിയാണെന്ന് വെച്ചാണ് ചെയ്തത്. പക്ഷേ അത് അവരുടെ കുട്ടിയല്ല. അവരാ കുട്ടിയെ നോക്കുന്നു പോലുമില്ല. അവരുടെ കൂടെ വേറെ ഒരു കുട്ടിയുണ്ട്. കണ്ടാൽ ഒരു 10-12 വയസ്സ് തോന്നും. അവനെ അവരുടെ കൂടെ തന്നെയാണ് നടത്തുന്നത്. ഇവനെ നോക്കുന്നതേ ഇല്ല കേട്ടോ. പെട്ടെന്ന് എൻ്റെ അമ്മ വാ ഇറങ്ങുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് ആരുടെ കുട്ടിയാണ്, അവൻ്റെ അമ്മ അവനെ കണ്ടോ എന്നായിരുന്നു. അന്നാണെങ്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തിരക്ക്. ആ തിരക്കിൽ ആരും അത്രയും ചെറിയ കുട്ടിയുടെ കൈ പിടിക്കാതെ നടക്കില്ലല്ലോ. കൊടിമരച്ചുവട്ടിലെത്തിയപ്പോൾ അതുവരെ ടെൻഷൻ അടിച്ചു കൊണ്ടിരുന്ന എൻ്റെ മനസ്സ് കൂളായി. പെട്ടെന്ന് മഞ്ചു വെച്ചില്ലല്ലോ എന്നോർത്തു. ഞാൻ ഒരു കണക്കിന് മഞ്ച് അവിടെ വെച്ചുട്ടോ. തിരക്ക് അത്രയ്ക്ക് തിരക്കായിരുന്നു അന്ന്. ചുറ്റി വന്നപ്പോൾ നോക്കി, അവിടെ മഞ്ച് കണ്ടില്ല. ഞാൻ ആരോടും അവിടെ നടന്ന കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ തന്നെ തൊഴുതിറങ്ങിയപ്പോൾ എല്ലാ കാര്യവും മറന്നുപോയി. ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ത്രിമധുരത്തിൽ യൂട്യൂബ് ചാനലിൽ ഇതിലെല്ലാം ചിലരുടെ അനുഭവങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ ആദ്യമൊക്കെ മൈൻഡ് ചെയ്തില്ല. ഇതൊക്കെ ശരിയാണോ അതോ വെറുതെ പറയുന്നതാണോ, എങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ വിചാരിച്ചു. എല്ലാ ദിവസവും 2-3 വെച്ച് അനുഭവങ്ങൾ വരാൻ തുടങ്ങി. ജനുവരി ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു അനുഭവം കേട്ടു. വീണ്ടും വീണ്ടും കേട്ടു. എല്ലാ ദിവസവും കേൾക്കാൻ തുടങ്ങി. അന്നേരമാണ് ഞാൻ എനിക്ക് നടന്ന ആ കാര്യം ഓർത്തത്. കണ്ണൻ തന്നെയാണോ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചത്? ആണെങ്കിൽ എനിക്ക് മനസ്സിലായില്ലല്ലോ. എനിക്ക് സങ്കടമായി. എനിക്ക് കണ്ണനെ ഒന്നുകൂടി വന്ന് തൊഴാൻ തോന്നി. ഹസ്ബൻഡ് ദുബായിലാണ്. ഞാൻ വിളിച്ചു കാര്യം പറഞ്ഞു. പോയിക്കോ, ഒറ്റയ്ക്ക് പോകണ്ട, അനിയത്തിയുടെ കൂടെ പോകാൻ പറഞ്ഞു. ഞാൻ ആ സംഭവം അമ്മയോടും അനിയത്തിയോടും പറഞ്ഞു. അവർ പറഞ്ഞു അവർ കണ്ടില്ല അങ്ങനെ ഒരു കുട്ടി എന്നെ കെട്ടിപ്പിടിക്കുന്നത്. എനിക്ക് ഒന്നുകൂടെ പോയി തൊഴണം എന്ന് പറഞ്ഞപ്പോൾ അനിയത്തി കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഉത്സവമാകാൻ പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് ഉത്സവം കൂടാനും പറ്റി എന്നുള്ളതാണ്. അപ്പോൾ എന്താ കഥ? ഞാനേ കണ്ടുള്ളൂ അല്ലേ? അതേമാതിരി ഈ സഹോദരിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എങ്ങനെയാണ്? അവരെ കണ്ടുള്ളൂ. പക്ഷേ ഭഗവാനായിട്ട് ഇവരെയും കണ്ടു, എല്ലാവരെയും കണ്ടു. എന്താ പറയേണ്ടത്? ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഗ്രൂപ്പിലൂടെ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അനുഭവങ്ങളൊക്കെ പറയാൻ സാധിക്കും. എനിക്ക് പരിചയമാവുമല്ലോ. പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൊക്കെ സേവ് ചെയ്ത് ഗ്രൂപ്പിലാവുമ്പം എനിക്ക് അയക്കുന്നവരെ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പറയുന്നത്. ഒരുപാട് അനുഭവങ്ങളാണ് കയ്യിലുള്ളത്. ഒരുപാട് എനിക്ക് പറയാൻ സാധ്യമാവുന്നതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഹരേ കൃഷ്ണ.